ഞാൻ നൈസായിട്ട് ഈ ഫീസ് അടയ്ക്കാൻ തന്ന പൈസ എടുത്ത് ഫോൺ വാങ്ങി. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല ഞാൻ ഫോൺ മേടിച്ചെന്ന്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അന്ന് തൊട്ട് എന്തെങ്കിലും സൈഡായിട്ട് കുറച്ച് പരിപാടി. അപ്പോൾ ഫീസ് അടയ്ക്കുന്ന കാര്യം ഞാനിങ്ങനെ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞ് ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഇത് ഫീസ് അടയ്ക്കണം. സാറിനോട് ഇങ്ങനെ കൈയും കാലും ഒക്കെ പിടിച്ച് സാർ എനിക്കൊരു 2 മാസം സമയം തന്നു. പാർട്ട് ടൈം എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കി. ഞാൻ കുറേ ജോലിക്കൊക്കെ ഇറങ്ങിയിട്ട് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ പഠിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ വലുതായിട്ട് വർക്കൊന്നും കിട്ടായിരുന്നപ്പം ഞാൻ ലാസ്റ്റ് പൈസ ഉണ്ടാക്കും ഒറ്റ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ സൊമാറ്റോ സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരൻ്റെ സ്കൂട്ടറൊക്കെ ഒപ്പിച്ച് സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഓടി ഒരു 2 മാസം കൊണ്ട് ഞാൻ ഈ ഫണ്ട് അങ്ങ് എടുത്ത് ഞാൻ ഇതങ്ങ് അടച്ചു തീർത്തു. അങ്ങനെ വീട്ടിൽ അത് പറഞ്ഞിട്ടേ ഇല്ല. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ലൈവിൽ അല്ലെങ്കിൽ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുമ്പോഴാണ് എൻ്റെ വീട്ടുകാർ ഇത് അറിയുന്നത്. ഞാൻ ഈ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല. ആ 25,000 രൂപ വെച്ച് ഞാൻ ഫോണൊക്കെ വാങ്ങിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പയ്യെ കൂട്ടുകാരുടെ കൂടെ കളിച്ചു തുടങ്ങി. അപ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിച്ചു തുടങ്ങി പറയണത് പോലെ അവന്മാർക്കിടയിലുള്ള ഒരു പ്രോയെ